ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്തിരിക്ക് പൊടി വാട്ടിയിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പിട്ട് തിളപ്പിക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം പൊടിയിട്ട് ആക്കുക. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു പൊടി വെച്ചിട്ടാണ് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് വേവട്ടത്. പരത്താനുള്ള പൊടിയാണത്. അപ്പം പരത്തുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കന് വല്യുള്ളിയും തക്കാളി വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം വാടി വരട്ടെ. വല്യുള്ളി തക്കാളി വാടി വരുന്ന വരെ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മണി ഉലുവ ഇട്ടെടുക്കുക. അപ്പോൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് ഇട്ടുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ. ഉപ്പ്, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം മിക്സിയിൽ ചപ്പും തക്കാളിയും പച്ചമുളകും അടിച്ചതാണ് അവിടെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണത്. കറണ്ട് പോയതുകൊണ്ട് തന്നെ വീഡിയോക്ക് തുള്ളി സുർക്ക ഇട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് സുർക്ക ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. പറഞ്ഞപ്പോഴല്ലേ എന്നോട് എടുക്കി. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ അടിച്ച് വെച്ചതാണ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി ഇങ്ങനെ അടിച്ച് വെച്ചതാണ്. അപ്പം ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. ഇത് ഫീസറിൽ അപ്പോൾ ഇടാൻ മറന്നു. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ കൊടുന്ന പാത്രത്തിലാക്കി കഴുകി വെച്ചതാണ്. അപ്പം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അത്താഴത്തിന് ചോറ് വേണം. അപ്പോൾ ചോറിന് അടുപ്പത്ത് കത്തിച്ചതാണ്. അപ്പോൾ അടുപ്പിൽ വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിട്ട് കൊടുക്കാം. നമ്മളെല്ലാ പണിയും കഴിയുമ്പോൾ തന്നെ നല്ല വേവുള്ള അരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പണിയും കഴിയുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് ചോറും വന്ന് ഊറ്റിയേക്കാം. എന്നാൽ പിന്നെ നിസ്കരിക്കാൻ പോകുമ്പോഴൊന്നും ചോറ് ഊറ്റാനൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് അവിടെ കിടന്ന് കളിച്ചു വന്നോളും. എന്നിട്ട് അതിക്ക് വറുത്തരച്ച് പാരണം. തേങ്ങ വറുത്തരച്ച് പാരണം. അപ്പം അതതിലവിടെ കിടക്കട്ടെ. ചോറ് ഇവിടെ വേവുണ്ട്. അപ്പം ഞാൻ നിസ്കരിച്ചിട്ട് കാണാം. നമ്മൾ തേങ്ങ വറുക്കുകയാണ്. ടീച്ചർ ചാറ് എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുപോകണ്ടോ? ജത്തിന് വരണ്ട കേട്ടാ. അപ്പം ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ളത് വറുത്തരച്ച ചിക്കൻ കറി, നാരങ്ങ വെള്ളം, ബത്തക്ക, പൈനാപ്പിൾ, ബത്തക്ക ജ്യൂസ്, ഈത്തപ്പഴമാണിതിൽ, പത്തിരി, വെള്ളം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുക്കൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ.